ഹലോ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ഇട്ടായിരുന്നു വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത മോയ്സ്ചറൈസറും സൺസ്ക്രീമും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. മോയ്സ്ചറൈസർ ഇതാണ് ന്യൂട്രിഡ്രീമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് പറയാം, നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്നിന് എത്രത്തോളം സോഫ്റ്റ് ആക്കാൻ പറ്റും അത്രത്തോളം സോഫ്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ആണെങ്കിലും നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്, ഒട്ടും സ്റ്റിക്കി അല്ല. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഹെവിനെസ് ഒന്നും നമുക്ക് തോന്നിക്കൂല. അപ്പോൾ ഓൾറെഡി ഞാൻ സ്കിൻ കെയർ ചെയ്ത് വന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് വേണ്ടി കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത ശേഷം എനിക്ക് വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു തണുപ്പ് കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ചുണ്ടൊക്കെ പൊട്ടുന്നത് പോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ മുളിയൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം കൺട്രോൾ ആയിട്ടുണ്ട്. എപ്പോഴും നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് മുഖം ടച്ച് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി മോയ്സ്ചറൈസറാണിത്. പിന്നെ ഇതിനൊരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ചെറിയ രീതിയിലൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോൾ അത് ഓവറായിട്ടൊന്നുമില്ല. നമ്മുടെ ബേബി പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഓവറായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറയാനുള്ളത്, കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മോയ്സ്ചറൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മുഖം എപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മോയ്സ്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നുണ്ട്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാമെന്ന് ഇവർ പറയുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങളൊന്ന് വാങ്ങിയിട്ട്, ഇപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് ആവണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്നില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവും നല്ലത്. ചിലവരുടെയൊക്കെ നന്നായിട്ട് സെൻസിറ്റീവ് സ്കിൻ ആവും. അപ്പോൾ അവർക്ക് ചില ഇൻഗ്രീഡിയൻസ് ഇതിലുള്ള ചിലതൊന്നും പറ്റിക്കോണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവും നല്ലത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായി കാണിക്കുന്നത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീമാണ്. ഇത് ഡീകൺസ്ട്രാക്റ്റിൻ്റെ സൺസ്ക്രീമാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ ഫേസിൽ എത്ര പെട്ടെന്ന് ഒബ്സർവ് ആവാമെന്ന് അറിയില്ല. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ ചില സൺസ്ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു പ്രശ്നം ഇതിലില്ല കേട്ടോ. ഇത് SPF 55+ PA+++ ആണ്. അതുപോലെ തന്നെ ഓൾ സ്കിൻ ടൈപ്പിന് ഇത് യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഫേസിനോട് സെറ്റ് ആവുന്നുണ്ട്, വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാവും. ഞാനൊരു ചെറിയ പോർഷൻ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കാരണം ഞാനിപ്പോൾ ഓൾറെഡി സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ഒബ്സർവ് ആവും. അതുപോലെ തന്നെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല, ഒട്ടും ഒരു സ്റ്റിക്കി ആയിട്ടോ ഓയിലി ആയിട്ടോ ഒന്നും നമുക്ക് ഫീൽ ആവുന്നില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ സ്കിന്നുമായിട്ട് യോജിച്ച് പോകുന്നുണ്ട്. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല. ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഒരു സൺസ്ക്രീമാണ് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വേറൊരു സൺസ്ക്രീമാണ് അക്വലോജിക്കയുടെ സൺസ്ക്രീം കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല, സ്റ്റിക്കി അല്ല, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ അക്വലോജിക്കയുടെ മോയ്സ്ചറൈസറും അടിപൊളിയാണ് കേട്ടോ. വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്കിപ്പോൾ ന്യൂട്രിഡ്രീം അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ചോയ്സ് എന്ന് പറയുന്നത് അക്വലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. അത് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല. ഞാൻ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഇതിൽ. നമ്മൾ നേരത്തെ കാണിച്ച ഡീകൺസ്ട്രാക്റ്റിൻ്റെ സൺസ്ക്രീമിനേക്കാൾ കുറച്ചും കൂടി ഒരു ക്രീമി ടെക്സ്ചറാണിത്. അത് കുറച്ച് തിക്കാണെങ്കിൽ കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇത്. ഇതും തന്നെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല. ഒരു ചെറിയൊരു ഫിനിഷിങ് തരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സൺസ്ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഫിനിഷിങ്, നമ്മുടെ ഒരു ഒരു ഗ്ലാസ് സ്കിന്ന് പോലെ ഒരു ചെറിയൊരു എഫക്റ്റ് നമുക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതും എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ 2 സൺസ്ക്രീമാണ് ഞാൻ നിങ്ങൾക്ക് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീമായിട്ട് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.